എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം കുറേ പേര് എന്നോട് വാട്സപ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കരിമംഗല്യം മാറി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷനാണ്, മൂക്കിൻ്റെ ഇവിടെയും രണ്ട് കവിളിലും ഒക്കെ പിഗ്മെൻറ്റേഷനാണ്, കറുത്ത പാടുകളും കുത്തുകളും പടർന്നു കഴിക്കുന്ന കരിമംഗല്യം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മെലാസ്മ, അതുപോലെ കരിമംഗല്യം, പിഗ്മെൻറ്റേഷൻ കൂടിക്കഴിയുമ്പോഴാണ്, കരിവാളിപ്പൊക്കെ കൂടിക്കഴിയുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഫേസിൽ. അപ്പോൾ അതിന് മുമ്പ് നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പൊട്ടറ്റോടെ ഉള്ളൊരു പേസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പായ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അടിപൊളി ഒരു പായ്ക്കാണ്. അപ്പോൾ ഇത് നമ്മളത് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. നിങ്ങളുടെ കരിമംഗല്യം വേരോടെ തന്നെ പിഴുത് കളയുമെന്നാണ്. ഇതും കൊണ്ട് നിങ്ങൾ മാറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കരിമംഗല്യം മാറത്തില്ല. അത്രയ്ക്ക് റിസൾട്ടുള്ള, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന നല്ലൊരു പായ്ക്കാണ്. പിന്നെ അത് ചേർക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇതിനകത്ത് ചേർക്കുന്ന അതേ രീതിയിലുള്ള സാധനങ്ങൾ തന്നെ വേണം ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിന് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് സ്കിൻ അലർജിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഒന്ന് കഴുത്തിൻ്റെ ചെവിയുടെ പുറകിൽ വെച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക. എന്ന് വെച്ചിട്ട് ഇത് ഒരു കെമിക്കലല്ല, നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം തയ്യാറാക്കുന്ന ഒരു പായ്ക്കാണ്. യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. പക്ഷേ ചിലവർക്ക് നാരങ്ങ അലർജി ഉള്ളവരുണ്ട്, തേൻ അലർജി ഉള്ളവരുണ്ട്, മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവരുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ അലർജി ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. കാരണം അലർജി ഉള്ളവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് സൈഡ് എഫക്റ്റ് വരുന്ന ചൊറിച്ചിലോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരും. അതെനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അലർജി ഇല്ലാത്തവർ ഈ ഒരു പിഗ്മെൻറ്റേഷൻ, അതായത് കരിമംഗല്യം മാറണമെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നവർ ചെയ്തു പോകാൻ പറ്റുന്ന അടിപൊളി ഒരു പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിട്ടിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും മാറാനില്ല, ഒരിക്കലും മാറത്തില്ല. അത്രയ്ക്ക് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു പായ്ക്കാണ്. അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഫേസിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഒരു സൺസ്ക്രീമാണ്. അതായത് നല്ല പിന്നെ എന്താ പറയുക, നമുക്ക് പുറത്തോട്ടൊക്കെ പോയാലും വേർത്ത് കഴിഞ്ഞാലും ആ ഒരു ക്രീമൊന്നും ഒലിച്ചു പോകത്തില്ല, അവിടെ തന്നെ നിൽക്കും. അതായത് നമ്മുടെ ഒരു ഫൗണ്ടേഷനും സൺസ്ക്രീമും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും കൂടിയിട്ടുള്ള ഒരു സൺസ്ക്രീമാണ് ഞാൻ ഫേസിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തിടെയായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കണ്ടിട്ട് ഞാനൊന്ന് വാങ്ങിച്ച് എൻ്റെ ഫേസിൽ തന്നെ ഇട്ട് നോക്കി. പക്ഷേ എനിക്ക് സൂപ്പറായിട്ട് തോന്നി, നല്ല റിസൾട്ടാണ്. കാരണം നമുക്ക് കല്യാണത്തിനും ഫംഗ്ഷനും ഒക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഒറ്റ ഒരെണ്ണം മതി നമുക്ക് ഇട്ടിട്ട് പോകാനായിട്ട്. സൺസ്ക്രീമായിട്ടും ഫൗണ്ടേഷനായിട്ടും മോയ്സ്ചറൈസറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ ഞാൻ ഒന്ന് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. എന്നാൽ ഞാൻ വരുന്നതിനെക്കാട്ടിയും കുറച്ചൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല എൻ്റെ ഫേസിൽ. അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മുഖത്തോട്ട് അത് അബ്സോർവ് ആകും. നല്ല ഒരു ഓയിലി സ്കിന്നുകാർക്കും ഓൾ ടൈപ്പ് സ്കിന്നിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുള്ളവർ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വന്നാൽ മതി, ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് തരാം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ അയച്ചു തരാം. നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ചെറിയൊരു ട്യൂബിന് തന്നെ 300 സംതിങ് വെയിറ്റാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെ കഴിഞ്ഞ ദിവസം കറിവേപ്പിലയും കരിഞ്ജീരകവും എല്ലാവരുടെ വീഡിയോ ഞാൻ ചെയ്തില്ലായിരുന്നോ? അത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വോയിസൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ വോയിസ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ കേൾപ്പിക്കുന്നതായിരിക്കും നിങ്ങളെ. നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. വാഷ് ചെയ്താലൊന്നും പോകുന്നില്ല, കയ്യിൽ പറ്റത്തില്ല, തലത്തടത്തെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വോയിസ് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ച് തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന ശേഷവും മുമ്പുമുള്ള ഒരു ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഫോട്ടോസൊന്നും ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല, പക്ഷേ വോയിസ് മെസ്സേജ് എന്തായാലും ഞാൻ കേൾപ്പിക്കാം. അപ്പം നിങ്ങൾ ഒന്നുകൂടെ ഓർക്കുക, എൻ്റെ വീഡിയോ കയറി കാണുക. കരിഞ്ജീരകത്തിൻ്റെ ആയിട്ടിട്ടുണ്ട്, അതായത് ഹെയർ ഡൈ, നാച്ചുറൽ ഹെയർ ഡൈ, പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഹെയർ ഡൈ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇട്ട കരിഞ്ജീരകത്തിൻ്റെ അതും നല്ല റിസൾട്ടാണ്. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ തലമുടിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചതാണ്. അതും ഇതുപോലത്തെ തന്നെയാണ്. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തേച്ചിട്ട് പുറത്തോട്ട് പോകാം. കയ്യിലൊന്നും പറ്റത്തില്ല, തുണിയിലും പറ്റത്തില്ല. പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് പോകത്തുമില്ല. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് പോകണം. നിങ്ങളുടെ മുടി നല്ല കറുത്ത മുടിയായിട്ട് വരും. അതുപോലെ തന്നെ ഇത് ഇട്ടേച്ച് കഴുകി കളയുമ്പോൾ തന്നെ നല്ല കറുപ്പാണ് മുടിക്ക്. എനിക്ക് അനുഭവമാണ്. എൻ്റെ മുടിക്ക് കുറച്ച് കളർ കുറവാണ്, പക്ഷേ ഇത് ഇട്ടേച്ച് ഞാൻ കഴുകി കളഞ്ഞപ്പോൾ നല്ലൊരു കറുപ്പായിരുന്നു മുടിക്ക്. ഞാൻ കുറച്ച് ഭാഗത്തേ ഇട്ടുള്ളൂ, പക്ഷേ അവിടെ ഭയങ്കരമായിട്ട് കറുപ്പായിട്ടിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു പായ്ക്കായിട്ട്, ഹെയർ പായ്ക്കായിട്ട് ഇത് തീർച്ചയായിട്ടും ഇട്ട് പോകാവുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. അടുത്തൊരു ഹെയർ ഡൈ വരുന്നുണ്ട്, ഇതുപോലെ തന്നെ വേറൊന്ന് വെച്ച് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് സൂക്ഷിച്ച് വെക്കാം, എന്നിട്ട് ആവശ്യാനുസരണം ഇട്ടുകൊണ്ട് പോകാം. ഈ ഡൈ അലർജി മൂലവും വിഷമിക്കുന്നവർക്കൊക്കെ എത്രയോ നല്ലതാണിത്, ഈ കെമിക്കൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഹെയർ ഡൈ ആണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇപ്പോൾ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ട് ചെയ്തവരൊക്കെ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു കരിമംഗല്യം, അതായത് മെലാസ്മ മാറാനുള്ള ആ ഒരു
പായ്ക്ക്, മുഖത്തിടുന്ന പായ്ക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് തരാൻ മറന്നുപോലെ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും മറ്റുള്ളവരിലേക്ക് എത്തുന്നതും. നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടും കാര്യങ്ങളും മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു നല്ല മനസ്സോടുകൂടി ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. UK നിന്നൊക്കെ എനിക്ക് കഴിഞ്ഞ ദിവസം കോൾ വന്നു. അവരെ ഇത് ചെയ്തു നോക്കുന്നുണ്ട്, റിസൾട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ പഠിച്ച ഒരറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ റിസൾട്ട് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു വെളിച്ചെണ്ണ കൊണ്ടുള്ള ഒരു മസാജും കാര്യങ്ങളും ഒക്കെ ചെയ്തു നോക്കുന്ന ഒരുപാട് പേരുണ്ട്. റിസൾട്ട് കിട്ടുന്നവരുമുണ്ട്. ഒരാഴ്ച ചെയ്തപ്പോൾ തന്നെ മാറ്റം വന്നവരുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നിങ്ങളെല്ലാം ഞാൻ നല്ല നല്ല ടിപ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നിങ്ങളത് അതിൻ്റേതായിട്ടുള്ളത് ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഹെയർ ഓയിലിന് നല്ല റിസൾട്ടുണ്ട്. അപ്പോൾ ഹെയർ ഓയിൽ വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിലൊന്ന് വന്നേച്ചാൽ മതി, മെസ്സേജ് ഇട്ടാച്ചാൽ മതി. അതായത് അകാലനരം മാറാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും ഹെയർ ഫോൾസും ഡാൻഡ്രഫും സ്പ്ലിറ്റ് ആൻഡ് ഹെയറും ഒക്കെ മാറാനായിട്ടുമുള്ള നല്ലൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ എല്ലാവരും വേണ്ടവരുണ്ടെങ്കിൽ വന്ന് വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതിനൊരു വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു കരിമങ്കല്യം മാറാനുള്ള പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ആ ഒരു പായ്ക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ഇപ്പം നമ്മുടെ കരിമങ്കല്യം മാറാനുള്ള പായ്ക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടേ മഞ്ചട്ടി പൗഡർ അല്ലെങ്കിൽ മഞ്ചിഷ്ട പൗഡർ എന്നൊക്കെ പറയും. അതാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ കമ്പായിട്ടും കിട്ടും, പൊടിയായിട്ടും കിട്ടും. കമ്പൊക്കെ പൊടിച്ചെടുക്കാൻ കുറേ പാടാണ്. അപ്പോൾ പൊടിയായിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇത് അങ്ങാടി കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു പൗഡർ നമുക്ക് വേണം. അതുപോലെ നമുക്ക് കോഫി പൗഡർ വേണം. കോഫി പൗഡർ വേണം. പിന്നെ നമുക്ക് ഇരട്ടി മധുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫ്രഷോടുകൂടി ഇത് മേടിക്കുന്നത് നല്ലത്. പൊടിയോടുകൂടി വാങ്ങിച്ച് ചിലപ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ മഞ്ചിഷ്ട പൗഡർ നല്ലതാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിത് കമ്പായിട്ടാണ് വാങ്ങിച്ചത്. ഇത് ഇരട്ടി മധുരമാണ്. അപ്പോൾ ഇത് പക്ഷേ ഇച്ചിരി പൊടിക്കാൻ ഇച്ചിരി പാടാണ്. നല്ലപോലെ ഒന്ന് കുറച്ചുകൂടെ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ചതച്ചതിന് ശേഷമേ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത് കേട്ടോ. പിന്നെ വേണ്ടത് തേനാണ്. തേൻ, നല്ല തേൻ, നാച്ചുറലായിട്ടുള്ള തേൻ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തേനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കരിമങ്കലും ഒക്കെ ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ നല്ല തേന്, നാച്ചുറലായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള തേൻ വാങ്ങിക്കുക. ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ പൊടിച്ച് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്, ഒരു കെമിക്കലും ഇല്ലാത്തതാണ്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിനി എന്നാ ചെയ്യണം. ഇത് ഞാൻ ഒരു ടീസ്പൂണോളം, ഒരു ടേബിൾ സ്പൂൺ അടുത്തുണ്ട്, ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്, ചെറിയൊരു ടേബിൾ സ്പൂൺ നിറച്ച് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ് ആദ്യം ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ എന്താ പറയുക മഞ്ചിഷ്ട പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ചിഷ്ട പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് അടുത്തത് ഇത് നമ്മുടെ കാപ്പിപ്പൊടിയാണ്. നല്ലപോലെ വറുത്ത് പൊടിച്ച കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഇത് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ ഒരു 2 രൂപയുടെ സാഷാപ്പായ്ക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ മുഖത്ത് ഒരു ദിവസം തേക്കാനായിട്ട് ഇത് മതിയേ. അതും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. അതും ഒരു അര ടീസ്പൂണ്, ഒരു അര ടീസ്പൂൺ ഇല്ല 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തത് കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഇടാവേ. കുറച്ച് കൂടുതൽ എന്താ പറയുക കരിമങ്കല്യമൊക്കെ ഉള്ളവർ അര ടീസ്പൂൺ ഇടാം. ഇനി നമുക്ക് വേണ്ടത് ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഹണി എടുക്കണം കേട്ടോ. ഇത് കുഴയ്ക്കാൻ എത്രയാണോ അതിനാവശ്യത്തിനുള്ള ഹണി എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഹണി കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മുഖത്തൊന്ന് പിടിച്ചിരിക്കണമല്ലോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഉണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കണേ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ തീർന്നു കഴിയുമ്പോൾ മാത്രം നമുക്ക് പൊടിക്കേണ്ടതൊക്കെ പൊടിച്ചും പൗഡറൊക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ ചെയ്താൽ മതി. നമ്മുടെ ഇരട്ടി മധുരം കമ്പായിട്ടാണ് കിട്ടുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ നന്നായിട്ട് വെളുത്ത് വെച്ച് ഉണക്കിയിട്ട് ചതച്ചിട്ട് നന്നായിട്ട് ചതച്ചിട്ട് പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറൊക്കെ പോകും കേട്ടോ.
അതിൻ്റെ പൊടി കിട്ടുവാണെങ്കിൽ അത് വാങ്ങിക്കുക. ഒത്തിരി കരിമംഗലം ഒക്കെ ഉള്ളവർ നല്ല ഫ്രഷോട് കൂടിയിട്ടുള്ള സാധനം വാങ്ങിക്കുന്നതാണ് നല്ലത്. കമ്പോട് കൂടി വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കുന്നതല്ല. അതുപോലെ തന്നെ മഞ്ചിഷ്ടാടെ ഇതും കമ്പോട് കൂടി കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം വെയിലത്ത് വെച്ച് ഉണക്കി അവരോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് അത് പൊടിക്കുന്നതൊക്കെ, അവരത് പറഞ്ഞു തരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ഇടുന്നതെന്ന് കാണിക്കാം, എത്ര നേരം വെക്കണമെന്നും ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പായ്ക്ക് കരിമംഗല്യം മാറാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ എന്താ പറയുക, മുഖം വെളുക്കാനായിട്ടും മുഖത്തെ കറുത്ത പുള്ളികളും പാടുകളും ഒക്കെ മാറാനായിട്ടൊക്കെ ഉള്ള നല്ലൊരു പായ്ക്കാണ്. ഡെയിലി യൂസ് ചെയ്ത് പോവുകയാണ് നിങ്ങളുടെ മുഖത്തിനൊക്കെ നിറവ്യത്യാസം സംഭവിക്കും. അതായത് കരിവാളിച്ചിരിക്കുന്ന മുഖത്തിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ മാറി നമ്മുടെ ആ ഒറിജിനൽ കളറിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനും ഒത്തിരി നല്ലതാണ്. അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പായ്ക്ക് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ സൺസ്ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് തുടച്ച് കളയാവേ. അപ്പം നല്ലൊരു ഗ്ലോ ഇല്ല എൻ്റെ മുഖത്ത്, കണ്ടോ? നല്ലൊരു ഗ്ലോ അല്ലേ ഈ സൺസ്ക്രീന്. നല്ല സൂപ്പറാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അടുത്ത ദിവസം ഇതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ ഇടാവേ. പാലും വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് ഏതാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് തുടച്ച് കളയാവേ. തുടച്ച് കളഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് മുഖത്തിടാനായിട്ട്. ഇപ്പോൾ ഞാൻ റോസ് വാട്ടറാണ് എടുത്തേക്കുന്നത്. റോസ് വാട്ടർ വെച്ചിട്ട് നമുക്കിത് തുടയ്ക്കാം. ഇത് എനിക്ക് എൻ്റെ സ്കിന്നിനുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ക്യാരമലാണ് എൻ്റെ സ്കിന്നിൻ്റെ ഇത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്കിന്നാണ്, വെളുത്തവർക്കുള്ളതുണ്ട്, ഇരുനിറക്കാർക്കുള്ളതുണ്ട്, ഇച്ചിരി ഡാർക്ക് സ്കിന്നുള്ളവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് കൂടുതൽ ഈ ഒരു ഭാഗത്താണല്ലോ പിഗ്മെൻറ്റേഷൻ, അതായത് കരിമംഗലം ഉണ്ടാവാറ്. പക്ഷെ നമുക്ക് ഫേസിൽ മൊത്തം ഇടാം. അപ്പം ഞാൻ എന്തായാലും ഇടുമ്പോൾ ഫേസിൽ മൊത്തം ഇടുവാണ്. നമുക്ക് നല്ലതാണല്ലോ, ഫേസിന് നല്ലതാണ് ഈ ഒരു പായ്ക്ക്. അതുകൊണ്ട് ഞാൻ മൊത്തം ഇടുവാണ്. കണ്ണിന് അവിടെ മാത്രം ഇടുന്നില്ല, അതുകൊണ്ട് കണ്ണിനടുത്ത് ഞാൻ തുടയ്ക്കുന്നില്ല. അപ്പം മൊത്തം ഇടാം. ഇത് കഴുത്തിൽ വിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചിലർക്ക് കഴുത്തിൽ ഇതുപോലെ കരിവാളിപ്പൊക്കെ വരുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കഴുത്തിൽ വിട്ട് കൊടുക്കാം. ഇത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ, ബ്രഷ് കൊണ്ടല്ല. കാരണം ഒരു കൊഴുപ്പ് രൂപത്തിലായതുകൊണ്ട് കൈ കൊണ്ട് അപ്ലൈ ചെയ്യും. ഈ കവിളിൻ്റെ ഭാഗത്തൊക്കെ കരിമംഗല്യം ഉള്ളത് എന്ത് ചെയ്യണം, കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുക്കണേ കേട്ടോ. ആ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കട്ടിക്ക് തേച്ച് കൊടുക്കണം. എൻ്റെ മുഖത്ത് പിന്നെ അതൊന്നും ഇല്ല, എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ തേച്ച് കാണിക്കുന്നത് കേട്ടോ ഓരോ പായ്ക്കും. ഇതിടുമ്പം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാൻ ചെറിയൊരു ചൂട് പോലെ ഉണ്ട് ഇടുമ്പോഴത്തേനും. അപ്പം ഫ്രിഡ്ജിൽ വെച്ച് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നെറ്റിയുടെ അവിടെയൊക്കെ കരിമംഗല്യം ഉള്ളവരുണ്ട്, മൂക്കിൻ്റെ അവിടെ ഉള്ളവരുണ്ട്. നന്നായിട്ട് കണ്ണിൽ അധികം അടുപ്പിക്കണ്ട, ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. കവിളിനൊക്കെ ഉള്ളവർ കുറച്ച് കൂടുതലായിട്ട് തേച്ച് പിടിപ്പിക്കുക, കഴുത്തിലുള്ളവരും തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യാനുസരണം ഡെയിലി എടുത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 20 മിനിറ്റാണ്. അപ്പോൾ ഇത് ഞാനൊരു 20 മിനിറ്റ് മുഖത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാനിട്ടിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്കതൊരു വലിയുന്നൊരു ഫീല് വരുവേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് മുഖം വാഷ് ചെയ്യാം. നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയണം. പിന്നെ ആദ്യം ഒന്ന് പതുക്കെ കാരണം ഇതിനകത്ത് നമ്മൾ ആ ഒരു എന്താ പറയുക, മഞ്ചിഷ്ട പൗഡറും അതുപോലെ തന്നെ ഇരട്ടിമധുരവും ഒക്കെ ചേർത്ത്. ഇരട്ടിമധുരം ഞാൻ കമ്പ് മേടിച്ചിട്ടാണ് പൊടിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ തരികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ മുഖം ഇങ്ങനെ ഉരച്ചൊരച്ച് കഴുകരുത്. പതുക്കെ സോഫ്റ്റായിട്ട് കഴുകി കളഞ്ഞാൽ മതി. മുഖമല്ലേ നമ്മുടെ പോറും. ആ ഇരട്ടിമധുരം നമ്മുടെ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫൈൻ പൗഡറായിട്ട് കിട്ടത്തില്ല, ഒരു തരിതിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കുന്നവർ ഇത് സൂക്ഷിക്കണം. ഇങ്ങനെ ഉരച്ച് കഴുകുമ്പോൾ മുഖത്തൊരിക്കലും ഒന്നും ഇട്ട് ഉരച്ച് കഴുകരുത്. പിന്നെ എൻ്റെ ഈ പായ്ക്കിട്ടിട്ട് എൻ്റെ മുഖം കീറിപ്പോയി എന്നൊക്കെ എന്നോട് പറയാൻ മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് പായ്ക്കിട്ടാലും നമ്മൾ പതുക്കെ സോഫ്റ്റായിട്ട് കഴുകി കളയുക ചെയ്യാവുള്ളൂ, പോറാതെ കേട്ടോ. അതിൽ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചെടുത്തു. പൗഡർ ആയാലും ഒരു ചെറിയ തരിതരിപ്പുണ്ട് ആ പൊടിക്ക്. മഞ്ചിഷ്ട പൗഡറിനും ഉണ്ട്, ഇതിനുമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ പതുക്കെ സോഫ്റ്റായിട്ട് കഴുകി കളയുക. അല്ലെങ്കിൽ നിങ്ങൾ പതുക്കെ എന്തെങ്കിലും കോട്ടൺ വെച്ച് നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുത്തതിന് ശേഷം ഫേസ് കഴുകിയാലും മതി കേട്ടോ. അപ്പം നമ്മൾ പതുക്കെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് മുഖം ഒപ്പിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് ഉരച്ചെടുക്കരുത്. അപ്പം ഞാനിപ്പോൾ കഴുകിയപ്പോൾ ഒരു തരിതരിപ്പുണ്ടായിരുന്നു. ഞാൻ പതുക്കെയാണ് കഴുകിയെടുത്തത്. വളരെ സോഫ്റ്റായിട്ടാണ് കഴുകിയെടുത്തത്. അതായത് ഇങ്ങനെ ഇട്ട് മുഖം ഇട്ട് ഉരച്ച് കഴുകരുത്. നമ്മുടെ മുഖത്ത് പോറൽ വീഴും കേട്ടോ. അപ്പം നമ്മൾ മുഖം വാഷ് ചെയ്യുമ്പോഴും ഇതുപോലെ ഒപ്പിയെടുക്കുകയോ ചെയ്യാവുള്ളൂ. അപ്പം ഇത് നല്ലൊരു പായ്ക്കാണ്. ഇത് നിങ്ങൾ ഡെയിലി ഇട്ട് പോകണം. കരിമംഗല്യം ഉള്ളവർ ഡെയിലി ഇട്ട് പോകണം. ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ തുടങ്ങും. എന്തായാലും നിങ്ങളിത് ഒരു മാസം യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പിച്ച് ചെയ്യുക.
അതുപോലെ തന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും. കരിമംഗല്യം മാറാനായിട്ട് ചിലപ്പോൾ ഇത് ഇടുമ്പോൾ ഒന്ന് ഇരുണ്ട് വരും, അതിനുശേഷമേ ഇതിന് പതുക്കെ പതുക്കെ മങ്ങി വരത്തുള്ളൂ. അത്രയ്ക്കും നല്ല റിസൾട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്കാണ് കരിമംഗല്യത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക്, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങളുടെ കരിമംഗല്യം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏതൊരു കാര്യം ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി അലർജി ഉണ്ടെങ്കിലും തേൻ അലർജി ഉണ്ടെങ്കിലും അതിനകത്ത് പൗഡറുകളൊക്കെ അലർജി ഉണ്ടെങ്കിലും എനിക്ക് അവരോടൊന്നും ഒന്നും പറയാനില്ല. കാരണം ഇതിനകത്ത് കറക്റ്റ് പറഞ്ഞേക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വേണം, എന്നാലേ ആ ഒരു കറക്റ്റ് പായ്ക്കും ആവത്തുള്ളൂ. അതിന് പിന്നെ ചോദിക്കരുത് അതിനകത്ത് വേറെ ചേർക്കാൻ പറ്റത്തില്ല. ഈ ഒരു പായ്ക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കൂട്ടുവെച്ച് തന്നെ തയ്യാറാക്കുന്ന ഒരു പായ്ക്കാണ്. ഇത് കറക്റ്റ് രീതിയിൽ ഈ ഒരു പായ്ക്ക് മാത്രം ഇട്ടാലേ കറക്റ്റ് രീതിയിൽ ചേർത്തേക്കുന്ന എല്ലാം ചേർത്തുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അതിനകത്തേക്ക് വേറെ ചേർക്കാവോ, തക്കാളി നീര് ഒഴിക്കാവോ, പൊട്ടറ്റോ അതൊന്നും പറ്റത്തില്ല. ഇത് ഇതുപോലെ തന്നെ ചെയ്യണം. പൊട്ടറ്റോടെയൊക്കെ കൊണ്ട് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ അതുപോലെ ചെയ്തു പോവുക. ഇത് എന്ത് ചെയ്തിട്ടും കരിമംഗല്യം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പായ്ക്ക് ഇട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അലർജി സ്കിന്നുള്ളവർ ഇടാൻ നിൽക്കേണ്ട. ഒന്ന് ചെവിയുടെ പുറകിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ചൊറിച്ചിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കേണ്ട. അലർജി ഒന്നും ഇല്ലാത്തവർക്ക് ഒരു പ്രാവശ്യം ഇട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർ, നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നമുള്ളവർ, കരിമംഗല്യം ഉള്ളവരെ ഇട്ട് പോകാവുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, കഴുത്തിൽ ചിലർക്ക് കൈയുടെ അവിടെയൊക്കെ കാണുമല്ലോ, ഈ കൈപ്പത്തിൽ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുമല്ലോ, അവിടെയൊക്കെ ഇടാം. ഏത് ഭാഗത്ത് നിങ്ങൾക്കുള്ള അവിടെയൊക്കെ നിങ്ങൾക്ക് ഇടാം. പിന്നെ കറുത്ത കുത്തുകുത്ത് പോലത്തെ പാടുകൾ മാറാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പം നാച്ചുറലായിട്ടുള്ള സാധനമാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലോ, ഉള്ളവർ കേട്ടോ. അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.